കെഎസ്ആർടിസിയിൽ ശമ്പളം നൽകാത്ത മാനേജ്മെന്റ് നിലപാടിനെതിരെ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച്. ടിഡിഎഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ബാരിക്കേഡിന്റെ മുകളിൽ കയറി ജീവനക്കാർ പ്രതിഷേധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാറാണ് ചേരുന്നത്. നന്ദകുമാർ, പ്രതിഷേധം ഇപ്പോൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? കിരൺ, എന്തായാലും പ്രതിഷേധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പോലീസ് സംയമനത്തോട് നിൽക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർ പോലീസിന് നേരെ ഒരു ആക്രമണമൊന്നും അഴിച്ചുവിടാൻ ഇതുവരെയും അവർ നടത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രകോപനവും പ്രതിഷേധക്കാർ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ അവർ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ഈ കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ സമരം ശക്തമാക്കിയിട്ടുള്ളത്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇത്തരത്തിൽ 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം നൽകാൻ സർക്കാരിനോ കെഎസ്ആർടിസിക്കോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇത്തരത്തിൽ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായ സിംഗിൾ ഡ്യൂട്ടി അവസാനിപ്പിക്കുക, ഷിഫ്റ്റ് കമ്പനി പിൻവലിക്കുക, അതോടൊപ്പം തന്നെ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ സംഘടനയായ ടിഡിഎഫിന്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. സ്ത്രീകളടക്കം 100 കണക്കിന് തൊഴിലാളികൾ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുകയാണ്. എന്തായാലും ക്ലിഫ് ഹൗസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ വച്ച് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവിടെ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. മാർച്ച് വിൻസെന്റ് MLA ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ തന്നെ തീരുമാനം. കിരൺ, ശരി. നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂമോണിയ ബാധിച്ച ചികിത്സയിലായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളുമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം